ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നില്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ പൂർണ്ണമായും തയ്യാറാണെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. അമേരിക്കയുമായി നേരിട്ടുള്ള സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ പുറത്തുവരുന്നതിനിടെയായിരുന്നു ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ സുപ്രധാന പ്രതികരണവും എത്തിയത്. തങ്ങളുടെ ആണവ പദ്ധതികൾ പൂർണ്ണമായും സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് ഉറപ്പു നൽകിയ പ്രസിഡന്റ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ആശങ്കകൾ പരിഹരിക്കാൻ തയ്യാറാണെന്നും അറിയിച്ചു. നിലവിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനും പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും ലക്ഷ്യമിട്ടുള്ള നയതന്ത്ര ചർച്ചകൾക്ക് ഈ ഉറപ്പ് പുതിയൊരു ഊർജ്ജം നൽകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നേരത്തെ അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകളിലേക്ക് വീണ്ടും നീങ്ങുന്നുവെന്ന സൂചന നൽകിയും പെസഷ്കിയാൻ രംഗത്തെത്തിയിരുന്നു. നയതന്ത്ര ചർച്ചകളിലെ തീരുമാനങ്ങൾ അംഗീകരിക്കണമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ജനങ്ങളോടും മാധ്യമങ്ങളോടും ആഹ്വാനം ചെയ്തിരുന്നു. എല്ലാ തീരുമാനവും സുപ്രീം കൌൺസിലും പരമോന്നത നേതാവും അംഗീകരിച്ചത് മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. നയതന്ത്ര ചർച്ചകളിലെ തീരുമാനങ്ങൾ അംഗീകരിക്കണമെന്ന ഇറാൻ മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടുമുള്ള ഇറാൻ പ്രസിഡന്റിന്റെ ആഹ്വാനം ഇവിടെ ശ്രദ്ധേയമായ കാര്യവുമാണ്. വിയോജിപ്പുകൾക്കെതിരെയുള്ള മുന്നറിയിപ്പെന്നാണ് ഇത് നൽകുന്ന പ്രധാന സൂചന. എടുക്കുന്ന എല്ലാ തീരുമാനവും സുപ്രീം കൌൺസിലും പരമോന്നത നേതാവും അംഗീകരിച്ചത് മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അമേരിക്ക ഇറാൻ ധാരണയുടെ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വിവിധ വിവരങ്ങൾ നിഷേധിച്ച് ഇറാൻ മാധ്യമങ്ങളും രംഗത്തെത്തി. ഇറാൻ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം 60 ദിവസം വെടിനിർത്തൽ എന്നത് കരാറിലില്ല. ഹോർമുസിൽ കടന്നുപോകുന്ന കപ്പൽ എണ്ണം സാധാരണ നിലയിലാകുമെങ്കിലും നിയന്ത്രണം ഇറാന് തന്നെയായിരിക്കും. അമേരിക്ക ഇറാൻ ധാരണകൾ ഇസ്രയേലിനും ബാധകമാണ്. എല്ലാ മേഖലയിലും യുദ്ധം നിർത്തുന്ന ധാരണ ലെബനനിൽ ഉൾപ്പെടെ ബാധകവുമാകും. യുറേനിയം ശേഖരം മാറ്റാനും ആണവ പദ്ധതി നിർത്തിവെക്കാനും കരാറിൽ പറഞ്ഞിട്ടില്ല. ഇതോടൊപ്പം നാവിക ഉപരോധം 30 ദിവസത്തിനകം നീക്കണം, സ്വത്തുക്കൾ ഘട്ടം ഘട്ടമായി വിട്ടു നൽകണം. ഇവയാണ് ഇറാന്റെ അവകാശവാദങ്ങൾ. അതേസമയം ചർച്ചകൾ ധാരണയിലേക്ക് എത്തുന്നു എന്ന വാദങ്ങൾ തള്ളുന്നില്ല എന്നത് ഇവിടെ ശ്രദ്ധേയമായ കാര്യവുമാണ്. വലിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടില്ലെന്ന് സ്ഥാപിക്കാനാണ് ഇറാൻ മാധ്യമങ്ങളുടെ ശ്രമം. ചർച്ചകൾ ധാരണയിലെത്തുന്നതായി അമേരിക്കയും പറഞ്ഞിരുന്നു. അതേസമയം പരസ്യ പ്രസ്താവനകളും പരസ്പര വിരുദ്ധ നിലപാടുകളും ധാരണയെ ബാധിക്കുമോ എന്ന ആശങ്കയും ഇവിടെയുണ്ട്. ഇന്നലെ നടന്ന ടെലിഫോൺ ചർച്ചകളിൽ അമേരിക്ക, ഇറാൻ, പാകിസ്ഥാൻ എന്നിവർക്ക് പുറമെ നേരിട്ടല്ലെങ്കിലും സൗദി, ഖത്തർ, UAE, ജോർദാൻ, തുർക്കി, ഈജിപ്ത് എന്നീ രാജ്യങ്ങളും പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന കടുത്ത അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് ഇങ്ങനെയൊരു നീക്കവും എത്തുന്നത്. ഇറാനെതിരെ വീണ്ടും ആക്രമണം നടത്തുമെന്ന് ട്രംപ് പലപ്പോഴും ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഒരു പൂർണ്ണമായ യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് തടയാൻ അവസാന നിമിഷം നടത്തിയ ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന് അദ്ദേഹം തന്നെ പിന്നീട് വ്യക്തമാക്കുകയുണ്ടായി. ഇതിന് പിന്നാലെ ശനിയാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാനം ലക്ഷ്യമിട്ടുള്ള ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായി ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു. എങ്കിലും കരാറിനായി തിടുക്കം കൂട്ടരുതെന്ന് അദ്ദേഹം സ്വന്തം ചർച്ചാ സംഘത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഈ കരാറിന് അന്തിമ അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ ഇറാനെ പ്രേരിപ്പിക്കുന്നതിനാണ് അമേരിക്ക ഈ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ ഈ കരാറിലൂടെ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചിട്ടുമുണ്ട്. ആണവ സംബന്ധമായ കാര്യങ്ങൾ 30 മുതൽ 60 ദിവസത്തിനുള്ളിൽ ചർച്ച ചെയ്യുമെന്നാണ് കരാറിലെ വ്യവസ്ഥയെന്ന് 3 ഇറാനിയൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. നിലവിലെ ഈ കരാറിൽ ഇറാന്റെ മിസൈൽ ശേഖരത്തെക്കുറിച്ചോ യുറേനിയം സമ്പുഷ്ടീകരണം താൽക്കാലികമായി നിർത്തുന്നതിനെക്കുറിച്ചോ പരാമർശിച്ചിട്ടില്ല. ഈ വിഷയങ്ങൾ ഭാവി ചർച്ചകൾ ഉൾപ്പെടുത്തുമെന്നാണ് US ഉദ്യോഗസ്ഥൻ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.